പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നതിനെതിരെ ശരത് ലാലിന്റെ കുടുംബം. ഈ നാട്ടിൽ CPM ക്രിമിനലുകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണെന്നും സർക്കാർ സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചട്ടം ലംഘിച്ചുള്ള പരോളിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരണമുണ്ട്. കേൾക്കാം. വളരെയധികം വേദനാജനകവും കേരള ജനതയ്ക്ക് തന്നെ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തും ചെയ്യാം, എന്ത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം കൊണ്ട് ക്രിമിനലുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ അവരെ ഈ നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നതിനുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ് സർക്കാർ. ഇപ്പോൾ 15 ദിവസം ഇപ്പോൾ സുഖവാസന വിടുകയാണ് പുറത്തേക്ക്. അപ്പോൾ അത്ര കണ്ട് ഒരു ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞു. നിയമപരമായി നമ്മൾ ചെയ്യാൻ പറ്റാവുന്നത് എത്രയും പെട്ടെന്ന് ഈ അപ്പീൽ കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. അപ്പീൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, പരോളൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറി. നിയമസഭയിൽ തന്നെ പ്രതിപക്ഷം അത് ഉന്നയിച്ചു. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് കൃപേഷിന്റെ ശരത് ലാലിന്റെയും ഒക്കെ കൊലയാളികൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത്. ചട്ടവിരുദ്ധമായിട്ടാണോ ഈ പരോൾ അനുവദിച്ചത്? അച്ഛൻ പറയുന്നതിൽ വസ്തുതയില്ലേ? അരുൺകുമാർ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ആ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പരോൾ നൽകുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ വിമർശനവും അതിൽ നിയമസഭയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടെയാണ് ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്കും ഇത്തരത്തിൽ തുടർച്ചയായി പരോൾ നൽകുന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. നിലവിൽ ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പീതാംബരനും 5-ാം പ്രതിയായിട്ടുള്ള ഗിജിനും പരോൾ ലഭിച്ച് ജയിലിന് പുറത്താണുള്ളത്. അതിന് പിന്നാലെയാണ് കേസിലെ 10-ാം പ്രതി രഞ്ജിത്തിന് കൂടി കഴിഞ്ഞ ദിവസം പരോൾ അനുവദിച്ചത്. ഈ രഞ്ജിത്ത് 3 മാസം മുമ്പ് പരോളിനിറങ്ങി തിരിച്ച് ജയിലിലേക്ക് കയറിയതാണ്. അതിനുശേഷം വീണ്ടും പരോൾ അനുവദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലാണിപ്പോൾ വിമർശനവുമായി ഈ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. അതിൽ ഇത്തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനെതിരെ നിയമ പോരാട്ടം കൂടി ആരംഭിക്കും എന്നതാണ് ശരത് ലാലിന്റെ പിതാവ് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഇത് സ്വാഭാവികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പരോൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ കേസിലെ 10 പ്രതികളിൽ 10 പ്രതികളും പരോളിനായി അപേക്ഷ നൽകിയിരുന്നു. അതിൽ സുരേഷ് എന്ന പ്രതിക്കൊഴികെ 9 പ്രതികൾക്കും പരോൾ അനുവദിച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ 2.5 മാസം ജയിലിൽ കിടന്നാൽ 15 ദിവസം എന്നുള്ളത് സ്വാഭാവിക പരോളാണ്. അതുമാത്രമാണ് അനുവദിച്ചതെന്നാണ് ജയിൽ അധികൃതർ ഇതിൽ നൽകുന്ന വിശദീകരണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ചില ജയിൽ ചട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആജീവനാന്തം ജയിലിൽ കിടക്കുന്നു എന്നുള്ളതല്ല. ജയിലിനകത്ത് ലീവൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് പരോൾ. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ അനുവദിക്കുന്ന പരോളുണ്ട്. ഇപ്പം മകളുടെ കല്യാണത്തിന് പോകണം, അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഇതിന് സ്പെഷ്യലായിട്ട് പരോൾ അനുവദിക്കും. അതല്ലാതെ ജനറലായിട്ടുള്ള പരോൾ 2.5 മാസമോ മറ്റോ കിടന്നാൽ 15 ദിവസമോ 10 ദിവസമോ കണ്ട് പരോളിന് അർഹതയുണ്ട് എന്നുള്ളതാണ്. അത് സാധാരണ രീതിയിൽ കഠിനമായ തടവുകൾക്കോ ജീവിതാവസാനം വരെ ജീവനന്തത്തിന് വധിക്കപ്പെട്ടവർക്കോ വധശിക്ഷ വിധിക്കപ്പെട്ടവർക്കോ ഒന്നുമല്ല. അല്ലാതെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പരോളിൻ്റെ ഭാഗമായിട്ടൊക്കെ ലീവ് എടുത്ത് പുറത്തു വരാം. ജയിലിൽ നിന്ന് ലീവ് എടുത്ത് പുറത്തു വരും. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലീവാ